എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 14ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കുരുവിന്ദമണി ശ്രേണി കനക്കോടീര മണ്ഡിത. ഇതാണ് ശ്ലോകം. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? കുരുവിന്ദമണികളുടെ ശ്രേണി കൊണ്ട് ശോഭിക്കുന്ന കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നാണ് പറയുന്നത്. ഇവിടെ അംബികയുടെ കിരീടത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അംബികയുടെ കിരീടത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുരുവിന്ദമണികളുടെ ശ്രേണികൾ കൊണ്ട് അലങ്കരിച്ച ശോഭിക്കുന്ന ആ കിരീടം അംബിക ധരിച്ചിരിക്കുന്നു. അപ്പോൾ അംബികയുടെ കിരീടത്തിൽ കുരുവിന്ദം എന്ന രത്നമാണ്. കുരുവിന്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്മരാഗം എന്ന രത്നത്തെയാണ്. പത്മരാഗം എന്ന രത്നം ധരിച്ചിരിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? ആ രത്നം ധരിച്ചു കഴിഞ്ഞാൽ കാമം, രാഗം തുടങ്ങിയവ വർദ്ധിക്കുകയും കാമം, രാഗം തുടങ്ങിയ ഗുണങ്ങൾ വർദ്ധിക്കുകയും മംഗല്യം വരുത്തുകയും ചെയ്യുന്നു. ഹരിഭക്തി കൂടുതലായി ഉണ്ടാകുന്നു, അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ രത്നം ധരിച്ചാലുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച കിരീടമാണ് ഇവിടെ അംബിക ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹമയിയാണ് അംബിക. കുരുവിന്ദമണി കൊണ്ട് അലങ്കരിച്ച കിരീടമണിഞ്ഞ രൂപത്തിൽ ഭഗവതിയെ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഹരിഭക്തി വർദ്ധിക്കുമെന്നും, അതായത് ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് നാരായണ ഭക്തി ഉണ്ടാവുകയും അതോടുകൂടി അവർക്ക് ഐശ്വര്യങ്ങൾ ലഭിക്കുകയും ഉത്തമ മാംഗല്യം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. പത്മരാഗം അല്ലെങ്കിൽ കുരുവിന്ദം എന്ന രത്നത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള രത്നങ്ങൾ ധരിച്ച കിരീടത്തോടു കൂടിയ അംബികയെ ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് അവരുടെ മനസ്സിൽ കാമം എന്ന വികാരമുണ്ടാകുന്നു, രാഗം എന്ന വികാരമുണ്ടാകുന്നു. അതുകൊണ്ട് അവർക്ക് മംഗല്യഭാഗ്യം ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ അവർക്ക് ഹരിഭക്തി ഉണ്ടാകുന്നു. അതായത് വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എത്ര വിവാഹം ആലോചിച്ചിട്ടും വിവാഹം നടക്കാത്ത ആളുകൾ അംബികയെ ഈ പത്മരാഗ മണി കൊണ്ട് അലങ്കരിച്ച, പത്മരാഗ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച കിരീടം ധരിച്ച രൂപത്തിൽ അംബികയെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ മംഗല്യഭാഗ്യം ലഭിക്കുന്നു എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 14ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.